സംശയം ചോദിക്കട്ടെ? അതെ, എല്ലാ തെയ്യങ്ങളും ഇങ്ങനെ അമ്പലത്തിലൊക്കെയല്ലേ ഇത് നടത്താറ്? എന്താ വീടുകളിൽ നടത്തുന്നത് ഇവിടെ? അതെ, ഇവിടെ ഈ തെയ്യങ്ങൾ വീടുകളിലും കഴിപ്പിക്കാറുണ്ട്. അതെന്താ വെച്ചെങ്കില് ഇപ്പൊ ഈ മുത്തപ്പൻ തെയ്യം കഴിപ്പിക്കണ എന്താ അറിയാ പാറു? ഇത് നേർച്ച പറയണാണ്. ഒന്നുകിൽ പുതിയ വീട് കെട്ടിക്കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങളെല്ലാം ആയെങ്കിലേ പാറു നമ്മൾ നേർച്ച പറയും. ഞാൻ മുത്തപ്പനെ കഴിപ്പിച്ചോളാംന്ന് വീട്ടുകാർ നേർച്ച പറയും. അങ്ങനെ കഴിപ്പിക്കുന്ന തെയ്യമാണ് ഈ തെയ്യം. നേർച്ച തെയ്യം എന്ന് പറയും. അത് മുത്തപ്പനുണ്ട്, പിന്നെ വന്നിട്ട് മറ്റുള്ള തെയ്യങ്ങളെല്ലാം കഴിപ്പിക്കും. തറവാട്ടിലെ തെയ്യം അല്ലാണ്ട് ബാക്കിയുള്ള തെയ്യങ്ങളെല്ലാം കഴിപ്പിക്കും. നമുക്കിത് കാണാം. എന്നാല് തെയ്യം വരുന്ന ഇപ്പം തറവാട്ടിലും വീട്ടിലും ഒക്കെ തെയ്യം വരും പറഞ്ഞിട്ടില്ലേ? അപ്പം എല്ലായിടത്തും ഇതേ സെയിം പ്രസാദവും? മുത്തപ്പന് മാത്രമാണ് ഉണക്കമീൻ. മറ്റുള്ള സദ്യ ഉണ്ടാവും. ചില സ്ഥലത്ത് വന്നിട്ട് ഈ കോഴിയെല്ലാം നേർച്ച കൊടുക്കുമ്പോഴത്തേക്ക് അവിടെ അവസാനത്തെ ദിവസം എല്ലാവർക്കും കൂടിയിട്ട് എല്ലാ ഇതും കോഴി നേർച്ച കൊടുക്കും. ഇവിടെ തെയ്യത്തിന് കോഴിക്കറി വരും. നോക്കാം, നിനക്ക് വാങ്ങിച്ചു തരാൻ. വീട്ടിൽ പോലും ഞാൻ ഇങ്ങനെ അരിഞ്ഞിട്ടില്ല. പാറു, നമുക്ക് നോക്കാം ഒരു കന്ത ഉണ്ടാക്കണേ നോക്കാം. കണ്ട, ഇതെന്താണ് ഏട്ടാ? കായ് മാത്രം. കൂട്ടുകറി, കായ്, കടല, ചേനയുണ്ട്. ഇതാണ് പ്രധാനപ്പെട്ട കറി തെയ്യത്തിന്. എല്ലാ കൂട്ട് ഇതിലിപ്പോ മുളക്, കുമ്മിട്ടിമുളക്. ഇവിടെ ഒരു പ്രത്യേകത ഒരു മുളകാണ് കുമ്മിട്ടിമുളക്. ഒരു അതന്നെ ഇത് കാശ്മീരി ചില്ലി, പിരിയമുളക്. പിരിയമുളക്. ഇത് എത്ര പേർക്കുള്ള? ഇവിടെ പുറത്തുനിന്ന് ആൾക്കാരെ വിളിക്കോ? ഫാമിലിന്നും വരും, പുറത്തുള്ള ആൾക്കാർ കണ്ടിട്ട് വരും സൗണ്ട് കേട്ടെങ്കിൽ തെയ്യത്തിന്റെ. കറിയാക്കാനാണ് അല്ലെങ്കിൽ തോരനാക്കാണ്? തോരനാ. ചിക്കൻ തോരനോ? ചിക്കൻ തോരൻ. പയർ തോരൻ. എന്തൊക്കെയാ ചേർക്കണേ? പയറ്, നീളം പയറ്, മഞ്ഞപ്പൊടി, ഉള്ളി. ഇത് വേണം എന്നുള്ളത് നിർബന്ധമാണോ? ഇല്ല. അത് ഉപ്പേരിക്ക് നമ്മുടെ തോരന്റെ പകരം വറവ്. ഇതെല്ലാം ഒരുമിച്ചാണോ മിക്സ് ചെയ്തത്? ഇത് വിഷമം കൊണ്ട് കരയുന്നതല്ല, നല്ലോണം പുക അടിക്കുന്നുണ്ട്, അങ്ങനെ കരയുന്നതാണ്. അല്ലാതെ എനിക്ക് വിഷമമായിട്ട് കരയണല്ല കേട്ടോ. അത് നന്നായി മിക്സ് ചെയ്യുവാണ്. അപ്പൊ ഇത് മിക്സ് ചെയ്തു. ഇനിയിപ്പോ ഇതിലേക്ക് ചിക്കൻ ഇടും. ചിക്കനിൽ എന്തൊക്കെയാ ചേർക്കണേ? ചിക്കനില് ഇപ്പൊ ചേർക്കുന്നത് ചുവന്ന പറഞ്ഞ് മഞ്ഞപ്പൊടി, പിന്നെ ശകലം മല്ലിപ്പൊടി. അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് തിളച്ചൊരു പരിവായതിനു ശേഷം കുരുമുളക് പൊടി. പ്രഗത്ഭനായ ഒരു
കുക്കായോണ്ട് ഞാൻ ചോദിക്കാണ് ചേട്ടാ. ശരിക്കും നമ്മുടെ നാട്ടിലൊക്കെ മുളക് എന്നാണ് പറയണത്, ഇവിടെ എന്താ പറങ്കി എന്ന് പറയുന്നത്? അത് ഇന്നലെ ഞാൻ പറഞ്ഞില്ല, പറങ്കികൾ കൊണ്ടുവന്നെയാണ്, ഇംഗ്ലീഷുകാർ കൊണ്ടുവന്നെയാണ്. പറങ്കി ഇംഗ്ലീഷുകാർ കൊണ്ടുവന്ന് നമ്മളെ കുരുമുളക് അവര് കൊണ്ടുപോയി, അവസാനം പറങ്കിയായി. അതാണ്. ഇനി മസാല വരട്ടി വെച്ച ചിക്കൻ ഇതിലേക്ക് എത്തു. അത് നന്നായി മിക്സ് ചെയ്യുവാണ്. ഇതിലെന്നെ വെള്ളം ഒഴിക്കൂല അല്ലെ? ഈ വെള്ളത്തിൽ കിടന്ന് അതെ, ഇതിലെന്നെ ഒരു തുള്ളി വെള്ളം ഒഴിക്കില്ല പാറു. ഇതിലെന്നെ വെള്ളം ഇറങ്ങും. ഇതിൽ നേരത്തെ പറഞ്ഞ 25 കിലോ ചിക്കൻ എന്ന് പറഞ്ഞു. തേങ്ങ ഒന്നും ഇടൂല അല്ലെ? ഈ 25 കിലോ ചിക്കൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ, അതിൽ എത്ര സവാളയും തക്കാളിയും പച്ചമുളകും ഒക്കെ ആഡ് ചെയ്തു? 3 കിലോ സവാള, തക്കാളി 1 കിലോ, പച്ചമുളക് ഇഞ്ചിയും. അതിൽ കിടന്ന് വേവട്ടെ പാറുവിന്. ഈ അടുപ്പിൽ എങ്ങനെയാണ് മീഡിയവും ഹൈയും ആക്കുന്നത്? നമ്മൾ ഗ്യാസ് മീഡിയവും ഹൈയും ഒക്കെ തീ വലിക്കും. തീ കുറക്കണമെങ്കിൽ തീ വലിച്ചു മാറ്റും. സംശയം ചോദിച്ചോട്ടെ, നമ്മൾ എന്തിനാ വിറകടുപ്പിൽ തന്നെ ചെയ്യണം? ഗ്യാസ് ഉപയോഗിച്ചോട്ടെ? ഇപ്പൊ എല്ലായിടത്തും ഗ്യാസ് അല്ലേ ഉപയോഗിക്കുന്നത്? ടേസ്റ്റ് നല്ല വ്യത്യാസം, ഇതില് കൂടുമല്ലേ? നോട്ട് ദ പോയിന്റ്. ഇതില് വിറകടുപ്പിൽ വെക്കുമ്പോഴത്തേക്കും ഉണ്ടാക്കുന്ന ഡിഷിന്റെ രുചി കൂടും. രുചി കൂടുന്നല്ല, അതിന്റെ വേവിന് വ്യത്യാസം വരും. ഗ്യാസിൽ ചെയ്യുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. 3 വിസിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആവശ്യത്തിനായി. ഇത് 3 വിസിലും അല്ല, അതിന്റെ ഒരു പരുവാകുമ്പോ ഇതാണ്. അതിന് വെള്ളം വെക്കുന്നതിന്റെ കണക്കാണ്. ചേട്ടാ, ഇത് എന്ത് തരം കറിയാണ്? എന്താണ് പേര്? ചിക്കൻ വറവ് എന്നാ നമ്മ പറയും. വറവ്, ചിക്കൻ വറവ്, ചിക്കൻ തോരൻ. നിങ്ങളുടെ ഇവിടത്തെ ചിക്കൻ വറവ്. ഓ, ബിന്ദേച്ചിയുടെ വറവ്, നമ്മുടെ തോരൻ. ജീവിതം പോലെ ഇടത്ത കൈ കൊണ്ട് ചിരിച്ചു വെച്ചു അല്ലേ? വലത്ത കൈയാൽ നിലനിന്ന് പോകുന്ന ഉപകാരത്തിൽ കർമ്മങ്ങൾ ചെയ്തിരിക്കുന്ന ഒരു ബന്ധത്തിന് ഇന്നുവരേക്കും കർമ്മഫലം പോലെയുള്ള കുടുംബത്തിനകത്ത് എന്റെ തമ്പുരാൻ മലയിറങ്ങി വന്നിരിക്കുന്ന മഹാദേവൻ, കാലനും കാലനായിരിക്കുന്ന കൈലാസവാസിയായിരിക്കുന്ന ശങ്കരൻ ഫലം തന്നിട്ടുണ്ട്. ഉരിയാട്ട് മടേ മടയനല്ല, ആൾമടയനാണ് അല്ലേ? സന്തോഷമായി ഉത്തപ്പരി 7 മലയും 72 ഭഗവാനവും തട്ടി തകർത്ത് വന്നിരിക്കുന്ന മഹാദേവൻ കോട്ടയരും പുന്നേരും വെള്ളൂരും മുതുകുറ്റിയും 4 മഠത്തെ ആധാരമായിട്ടും അതിലും മുറിയായിട്ട് പെണ്ണിയാളനമില്ലാത്ത പൊടിക്കളസ്ഥാനം ഭേദമായിട്ട് പൂർവികൻ നിന്നിരിക്കുന്ന കൂടെ കളിച്ചിരിക്കുന്ന ഒരു ചങ്ങാതിയെപ്പോലെ, പാലത്തിനൊരു കൈത്താങ് പോലെ, തോണിക്കൊരു എന്തിനാണ് കരയുന്നത് അല്ലേ? ദൈവത്തെ കാണുമ്പോൾ സന്തോഷത്തോടു കൂടി മുഖം പത്മതളാകാരം വജശ്ചന്ദന ശീതളം ഹൃദയം വന്യസന്തത്തിനാചുക, മുഖം താമരപ്പൂ പോലെ കാണണം. ഇന്ന് കണ്ണിൽ നിന്നും വീണിരിക്കുന്ന ഈ കണ്ണുനീരിൻ്റെ അല്ലേ, അതിന് ഉചിതമായിരിക്കുന്ന ഒരു ഫലം മുത്തപ്പനും കൽപ്പിച്ചു തരണം. ജീവിതത്തിനകത്ത് വീണുപോയി താറിപ്പോകുന്ന ദിക്കിനകത്ത് എൻ്റെ തമ്പുരാൻ തട്ടിക്കളയാൻ ഇടവരുത്തിയിട്ടില്ല. ദൈവകടാക്ഷമുള്ള ഈ ശരീരമാണ്, ജീവിതമാണ്. ദൈവാധീനമില്ലാത്തവൻ അഹോ നശ്വരമാണ് ജീവിതം. ദൈവാധീനം ഇല്ലാത്ത ജീവിതം നിശേഷ യത്നമാണ്, നിഷ്ഫലമാണ്. അങ്ങനെ ഒരു ജീവിതമല്ല, ദൈവം കുടിയിരിക്കുന്ന ജീവിതമാണ്. തൻ്റെ ചിത്തത്തിനകത്ത് ദൈവം എന്നിരിക്കുന്ന ഈ പരമ്പൊരുൾ കുടിയിരിക്കുന്നുണ്ട്.
മൊഴി കൊണ്ട് വയറ് നിറക്കുന്നില്ല മുത്തപ്പൻ, ഏറെ പറഞ്ഞ് കരയിക്കാൻ ഇടവരുത്തുന്നില്ല. തൻ്റെ മനസ്സിനകത്തുള്ള വ്യതകളൊക്കെയും ദുഃഖ ദുരിതങ്ങളൊക്കെയും തട്ടിയകറ്റി വ്യാഴമെന്നിരിക്കുന്ന ഉദയരാശി അല്ലേ, ഉദിച്ച സൂര്യൻ്റെ പ്രഭ പോലെ, കാർമേഘം നീങ്ങിയിരിക്കുന്ന സൂര്യചന്ദ്രൻ്റെ പ്രഭ പോലെ ജീവിതം ശുഭമായിരിക്കുന്ന വഴിയിൽ മുത്തപ്പൻ എത്തിച്ചത്. മനസ്സിനകത്ത് തട്ടി വിളിച്ചാൽ ഇതിൻ്റെ വിളിപ്പുറത്തെത്തുന്ന ദേവനാണ് മുത്തപ്പൻ. കണ്ണിലെ കൃഷ്ണമണി പോലെ പരിപാലിക്കണം. 1000 തിരിയിട്ട് കത്തിച്ചിരിക്കുന്ന ഒരു നന്ദാറവിളക്കിൻ്റെ പ്രഭ പോലെ അന്ധകാരമുണ്ട് മനസ്സിന്. അല്പമായിരിക്കുന്ന ഒരു വിധകളുണ്ട്, അജ്ഞാനമെന്നിരിക്കുന്ന അന്ധകാരങ്ങൾ. നമ്മൾ മുത്തപ്പനെ കണ്ടില്ലേ നമ്മള്, ഇത്രയെല്ലാം കണ്ടു, ആഘോഷങ്ങളെല്ലാം അനുഗ്രഹം നേടി, നമുക്ക് എന്ത് തോന്നി? ആ അനുഗ്രഹത്തിൻ്റെ ഒരു മഹനീയത ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു പവിത്രത എന്താണെന്ന് മനസ്സിലായി എനിക്ക്. പക്ഷെ അതിനെക്കാട്ടിലും കൂടുതൽ സ്ട്രൈക്ക് ചെയ്തൊരു പോയിന്റ് ഉണ്ട്. മുത്തപ്പൻ ഇതിൽ പറയുന്നുണ്ട്, എൻ്റെ വയറ് നിറഞ്ഞാൽ, മുത്തപ്പൻ്റെ വയറ് നിറഞ്ഞാൽ അനുഗ്രഹം താനേ വരും എന്ന് ഈ വീട്ടുകാരോട് പറയുന്നൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. അപ്പോൾ അത് കേട്ടപ്പോഴത്തേക്കും എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ അന്നദാനം സർവ്വജനാൽ പ്രധാനം എന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. അമ്പലത്തിലൊക്കെ അന്നദാനം ചെയ്യുന്നത്, അതുപോലെ അന്നദാനം ഇല്ലാത്തവന് ആഹാരം കൊടുത്ത് കിട്ടുന്ന ഒരു മഹാത്മ്യം ആണ് എനിക്ക് കൂടുതലും ഈ തെയ്യത്തിൽ നിന്നും എനിക്ക് ഫീൽ ചെയ്ത ഒരു കാര്യം. മുത്തപ്പൻ ചോദിക്കുകയും ചെയ്തു, വന്ന പൈതങ്ങൾക്ക് ആഹാരം കൊടുക്കുകയും ചെയ്തു. മുഖം നോക്കി പിന്നെ കൊടുക്കാതെ വയറ് നോക്കി ഭക്ഷണം കൊടുക്കുക എന്നുള്ള സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെയാണ് എനിക്ക് കൂടുതലും തെയ്യത്തിൽ നിന്ന് സ്ട്രൈക്ക് ചെയ്തത്. രാവിലെ തൊട്ട് സുമാരൻ ചേട്ടൻ അവിടെ തകൃതിയായിട്ട് കുക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. അപ്പം ഇത്രയും പേരുടെ വയറ് നിറയുമ്പോൾ എന്തായാലും ഒരു ടൺ കണക്കിന് പിന്നെ അനുഗ്രഹം സുമാരൻ ചേട്ടൻ എന്തായാലും കിട്ടും, അത് ഉറപ്പാണ്. പിന്നെ നമ്മൾ ഹെൽപ്പ് ചെയ്ത് അപ്പോൾ എന്തായാലും നമുക്കൊരു ഇച്ചിരി അനുഗ്രഹം കിട്ടും. അപ്പം നമുക്ക് അവിടെ ചെന്ന് നോക്കാം, അവിടെ എങ്ങനെയാണ് കഴിക്കുന്നത്, ആൾക്കാരുടെ വയറ് നിറയുന്നുണ്ടോ, അനുഗ്രഹം വരുന്നുണ്ടോ എന്നുള്ളത് നോക്കാം. ചിക്കനും അടിപൊളി. ഫുൾ നമ്മൾ നേരത്തെ കുരുമുളക് ഇട്ട് ഇതാക്കുന്നത് കണ്ടില്ലല്ലോ, മിക്സ് ചെയ്തു. തേങ്ങ വറുത്തിട്ടതില് പണ്ട് നമുക്കിവിടെ ഈ സമയം ഭയങ്കര തെയ്യല്ലേ കുഞ്ഞുനാളിലൊക്കെ. അപ്പൊ തെയ്യത്തിന് മുമ്പിലല്ലേ പോണേ ഈ കോഴിക്കറി ചിക്കൻ കഴിക്കാൻ. അപ്പോൾ ഒരു ചെറിയൊരു പീസാണ് കിട്ടല്. ഇപ്പൊ ലാവിഷായിട്ട് സുമന ചേട്ടാ, നമ്മൾ നേരത്തെ പകുതി വരെ കണ്ടിരുന്നു. ഇതിനതിന് ശേഷം തേങ്ങ വറുത്തിട്ടു. തേങ്ങ ചെറുകി ചിക്കനിൽ ജീരകം ഇടുവോ? മനസ്സിലായല്ലോ. നമ്മളിവിടെ ജീരകം എടുത്തില്ല, തിരുവനന്തപുരത്ത് ചിക്കനിൽ ജീരകം എടുത്തില്ല. പിന്നെ തേങ്ങ ചിരണ്ടി അങ്ങനെ ഇടുന്നതായിട്ട് എനിക്ക് ഇത് ശരിക്കും ഇത് ഒരു സെമി ഇതല്ലേ, തേങ്ങയും ഉണ്ട് പക്ഷെ കറിയുടെ ഇതും ഉണ്ട്. ഗ്രേവി ടൈപ്പ് അല്ല, തോരനാണ്. ഇനി ലേശം ചിക്കനും കൂടെ വെച്ച് നന്നായി മിക്സ് ചെയ്യാം. എന്നിട്ട് അടിപൊളി. ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ അമർത്തുക. പുതിയ വൈവിധ്യമാർന്ന വീഡിയോസ് നിങ്ങൾക്ക് യഥാസമയം ലഭിക്കുന്നതിനായി